ഇതിന് സ്വന്തം ഒരു പ്രാവശ്യം കൂടി ദൈവവചനത്തിന് മധ്യ ദൈവവചനമായി നിൽക്കുവാൻ ദൈവം നമ്മൾ ഭാഗസ്വദിക്കുന്നു. വെള്ളിയാഴ്ച പാർക്കിൽ നടന്ന ഇവരെ യേശു നാമത്തിൽ സഹായം ചെയ്യുന്നു. സ്മോൾ ഗ്രൂപ്പിൻ്റെ ഭാഗമായി എനിക്ക് നിങ്ങൾ മധ്യമായിരിക്കാൻ ദൈവം ആവശ്യത്തോടെ സ്വീകരിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയായി ചോദിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വാക്യം വായിക്കാം. ഒന്ന് ഒരു 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. നമ്മൾ വായിച്ച വേദഭാഗം എങ്ങനെയാണോ? 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളാണ്. നമ്മൾ ഈ വേദഭാഗത്ത് നിന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പല ആവർത്തി നമ്മൾ വായിച്ചൊരു ഭാഗമാണ്, ഒരു വേദഭാഗമാണ്. ദൈവനോട് സംസാരിച്ച ചില കാര്യങ്ങൾ ഞാൻ മധ്യ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയെ അടിയും ചോദിച്ചോളുന്നു. നമ്മളിവിടെ വായിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഈ രണ്ട് വാക്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രാരംഭമായി ഞാൻ ആദ്യ ഭാഗത്തിലേക്ക് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. നമ്മൾ ഓരോരുത്തരും എന്താണ് പറയുന്നത്? നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആലയം, അല്ലെങ്കിൽ ദൈവം വാസം ചെയ്യുന്ന ഇടം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭവനം എന്നൊക്കെയാണ് ഇതിനെ നമ്മൾ പല ഇടത്ത് നമ്മൾ കാണാൻ കഴിയുന്നത്. ഈ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കട്ടിലിന്റെ തലയ്ക്ക് മുകളില് യഹോവ ഈ വീടിന്റെ നായകനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ യഹോവ വീടിന്റെ നായകനാവും? ആവത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ ചില വീടിന്റെ ഫ്രണ്ടിലേക്ക് ചോദിച്ചിട്ടുണ്ടാവും സ്വർഗഭവനം എന്നൊക്കെ അല്ലേ. പക്ഷെ അതിനകത്ത് എന്താ നടക്കണമെന്നുള്ളത് രാത്രിയിലൊക്കെ നമുക്ക് പോയാലും മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയുള്ളൂ. അപ്പോൾ ഒരിക്കലും തലക്കെട്ട് കൊണ്ട് എന്തായി തീരത്തില്ല, ആ കാര്യമായി തീരണില്ല. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ ഭവനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ അതിനകത്ത് പ്രധാനമന്ത്രി ഇടയ്ക്ക് ഒന്ന് പോകണം, പ്രധാനമന്ത്രി സാന്നിധ്യം ഉണ്ടായിരിക്കണം, തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാനമന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ ചില ആളുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമായിരിക്കും പ്രധാനമന്ത്രി ഭവനം എന്നൊക്കെ പറയണം അല്ലേ. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം? നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോഴും വിശ്വാസി എന്ന് പറയുമ്പോഴും ഇതൊരു ടൈറ്റിലായി മാത്രമാണോ നിൽക്കുന്നത്? അതായത് യഥാർത്ഥമായി നമ്മൾ അതിലായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് പേരിലല്ല, സാന്നിധ്യത്തിനാണ് കാര്യം അല്ലേ. പേരുണ്ടായിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണം? സാന്നിധ്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ പറയാം, നിങ്ങളെന്താ ദൈവത്തിന്റെ മന്ദിരം. ഈ നിങ്ങളെന്താ ഭാഗത്തെ കുറിച്ച് നമുക്ക് പറയാം. അതിന് മുന്നേ നമുക്ക് ഈ ദൈവത്തിന്റെ മന്ദിരം എന്താണെന്ന് നോക്കാം അല്ലേ. നമുക്കറിയുന്ന എന്തായാലും നമുക്ക് വേദപാത്ര വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. ആമേൻ. നോക്കിയേ, ദൈവം എന്ത് ചെയ്തു? മോശയോട് പറഞ്ഞ കാര്യമാണ്. ദൈവത്തിന്റെ ഒരു ആഗ്രഹം, മറന്നു കിടന്ന മർമ്മം എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ആഗ്രഹം. ആഗ്രഹം എന്താ? ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്ന് ആരോട് പറഞ്ഞു? മോശയോട് പറഞ്ഞു. നമുക്കറിയാം, ഇസ്രായേൽ കുറിച്ച് അറിയാം. ദൈവം ഇപ്പോൾ പല ആവർത്തി അവരുടെ കരച്ചിലൊക്കെ കേട്ട് ദൈവം അവരെ വിടുവിച്ച് മരുഭൂമി കൊണ്ടുവരിക. അപ്പൊ കൊണ്ടുപോകുന്നു വരുന്ന വഴിയിലാണ് ദൈവം എന്ത് മോശയോട് പറയുന്നേ? ഞാൻ അവരുടെ നടുവിൽ വസിക്കാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്രഹാമിന്റെ കാലഘട്ടം, അബ്രഹാം മുതൽ തന്നെ നമുക്ക് പറയാം, കൂടാരമടിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്ന അബ്രഹാമിനെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അന്ന് മുതൽ കൂടാരം അടിച്ചിട്ടുള്ളവരെ യാത്രയാണ്. കൂടാരം അടിക്കാൻ ഇവർ ഭയങ്കര പ്രഗത്ഭന്മാരാണ്. അപ്പോൾ അവരോട് ദൈവം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എങ്ങനെ അടിക്കണം, ഞാൻ വസിക്കേണ്ട കൂടാരം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ അവരെന്ത് ചെയ്തു? കൂടാരം അടിച്ചു. അവരെ യാത്ര മരുഭൂമി കൂടിയാണ്. ഏത് സമയം ഈ മേഘം ഒന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? കൂടാരം നിമിഷങ്ങൾക്കും അടച്ചു കെട്ടി ഒരു യാത്ര പുറപ്പെടും. മേഘം നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇത് സ്ഥാപിക്കും. അങ്ങനെ ഈ ഒരു കൂട്ടം അവിടെ യാത്ര ചെയ്യുന്ന കാണാൻ കഴിയും. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇവിടെ ഉണ്ടെന്ന് അറിയും. ദൈവം പറയാണ്, ദൈവത്തിന് ഒത്തിരി അത്ഭുത സൃഷ്ടികളുണ്ടല്ലേ, അതിശയകരവും ഭയങ്കരമായ ദൈവത്തിന് ഒത്തിരി സൃഷ്ടികളുണ്ട്. പക്ഷേ മൺപാത്രം എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യന്റെ അടുത്ത് ദൈവം പറയാ, എനിക്ക് അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. മനസ്സിലാവും? ഒരു പ്രാവശ്യം മോവിച്ചിന്റെ ഒരു മെസ്സേജിനകത്ത് പറഞ്ഞൊരു പദം ഞാനിപ്പോൾ ഓർത്തിരിക്കുന്നുണ്ട്.
മനുഷ്യനെ കുറിച്ച് പറഞ്ഞതാ. മനുഷ്യൻ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാ? പൊടി കൊണ്ടാ അല്ലേ? അപ്പൊ പൊടി ആൾക്കാർ വിലയൊന്നും കൊടുക്കത്തില്ല, നിസ്സാരമെന്ന് തോന്നും, പ്രയോജനമില്ലെന്ന് തോന്നും. ആ പൊടി എടുത്ത ദൈവം എന്ത് ചെയ്തേ? മനുഷ്യനെ സൃഷ്ടിച്ച. ഈ പൊടി കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന്റെ അടുത്ത് ആർക്ക് വരണമെന്ന്? അഖിലാണ്ടത്ത് സൃഷ്ടിച്ച സർവ്വവും ആകാശത്തും ഭൂമിയും സ്വർഗത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ഒരു ആഗ്രഹം പറയാം, എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് മനുഷ്യന്റെ കൂടെ ഒന്ന് വസിക്കണം. അനുസരണമില്ലാത്ത മനുഷ്യന്റെ കൂടെ അല്ലേ? ദൈവത്തിന് വേണ്ടി ഇവർ കരഞ്ഞു, ദൈവമേ ഞങ്ങള് പീഡനം അനുഭവിക്കുന്നു, മിസ്രൈമിൽ ഞങ്ങൾ രക്ഷിക്കണമെന്ന് കരഞ്ഞപ്പോ ദൈവം മോശെ അയച്ച് അവർ വിടുവിച്ചു. യാത്രയിൽ മുന്നോട് കണ്ടു, ചെങ്കടൽ കണ്ടു, അയ്യോ വീണ്ടും ചെങ്കടല, ഞങ്ങൾ ഒരു പിടിച്ചു ഇവര് കൊല്ലുന്നൊക്കെ പറഞ്ഞു. അവിടെ ദൈവം അവർ വിടുവിച്ചു. വീണ്ടും യാത്രയിൽ പറയാം, ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങളിപ്പോ അവിടെ ദൈവം വെള്ളം കൊടുത്തു. ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായില്ലാത്ത, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് കടന്നു ഈ മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുവന്ന് നടത്തിക്കൊണ്ടിരിക്കുക. ഈ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ഒരു ചിന്ത നോക്കി, ആ ദൈവത്തിന്റെ സ്നേഹം നോക്കി, ദൈവം പറയാ, എനിക്ക് അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. പ്രൈസലോ, അവരുണ്ടാക്കിയാൽ മതി. നിങ്ങൾ നോക്കിയിട്ടുണ്ടായി കുഞ്ഞു പിള്ളേരൊക്കെ അവര് വീട്ടിൽ കളിക്കാൻ നേരത്ത് അവർ ചെറിയ വീടൊക്കെ ഉണ്ടാക്കും, കിച്ചണും കച്ചവടങ്ങളും ഒത്തിരി കാര്യം ഉണ്ടാക്കും. അവരതിനകത്ത് കിടന്നുറങ്ങും, ഫുഡ് ഉണ്ടാക്കും, ഭക്ഷണ സൗകര്യം എല്ലാം ഉണ്ട്. നമ്മൾ ഒരു ദിവസം അവരുടെ വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരെ നമ്മൾ വിളിക്കുമ്പോൾ അവരോട് കളിക്കാൻ നമ്മൾ കൂടിയിട്ടുണ്ടോ? കൂടി നോക്കണം. ഇതാണ് എനിക്കിവിടെ മനസ്സിലായത്. ദൈവത്തിന് ഒത്തിരി സൃഷ്ടികളിൽ ഇത്രയും ഈ മനുഷ്യൻ സൃഷ്ടിച്ച ഒരു കൂടാരത്തിൽ ഞാൻ വരാമെന്ന്. ആര്? അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം പറയാണ്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് എന്ത് ചെയ്യണം? ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ മധ്യ വന്ന് വാസം ചെയ്യാൻ പോകുന്നത് എന്തിനാ? എനിക്ക് മനുഷ്യന്റെ കൂടെ അവരുടെ മധ്യ ഒന്ന് വസിക്കണം. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് എവിടെ കാണാൻ പറ്റും? ആ ദൈവത്തിന്റെ പ്രഖ്യാപനത്തിൽ കാണാൻ പറ്റും. നാം ദൈവത്തെ തേടിപ്പോയതല്ല, ദൈവം നമ്മെ തേടി വന്നതാണ്. പ്രൈസലോ. ഇതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയോ? മത്തായി സുവിശേഷം 14:28 പറയാ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിന്റെ അടിയിൽ വരാൻ വിളിക്കുക. പലപ്പോഴും ഇത് ഈ ചുമക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരോടുള്ള ചിന്തയാന്നൊക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ പാപത്തിന്റെ ഭാരത്താൽ എത്ര ശ്രമിച്ചിട്ടും അതിന് രക്ഷപ്പെടുവാൻ കഴിയാതിരിക്കുന്ന ഭാരം ചുമക്കുന്നവരെ നോക്കി യേശു വിളിക്കുക, നിങ്ങൾ ആരെടുത്ത് വരണം? എൻ്റെ അടുത്ത് വരുവിൻ. ആ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പൊ നോക്കിയേ, ഇപ്പൊ ഇസ്രായേൽ മക്കളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം, അല്ലെങ്കിൽ നോക്കി ആ മനുഷ്യന്റെ അരികിലേക്ക് ഇറങ്ങി വരാൻ പ്രൈസലോ ആ കാണിച്ച ദൈവത്തിന്റെ സ്നേഹമാണ്. നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, നിർവ്യാജ സ്നേഹം അല്ലേ? ആർക്കും തിരിച്ചു വെക്കാൻ കഴിയാത്ത ഒരു വലിയൊരു സ്നേഹത്തെ നമുക്ക് കാണാം. അങ്ങനെ എന്ത് ചെയ്യുന്നറിയോ? ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു കൂടാരം ഉണ്ടാക്കി അല്ലേ? ദൈവം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മധ്യ വസിക്കാൻ. ദൈവം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അത് കൂടാരം ഉണ്ടാക്കി. ഈ കൂടാരത്തിന്റെ പേര് പറയാമോ? ഈ കൂടാരത്തിന് സമാഗമന കൂടാരം. സമാഗമന കൂടാരത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സമാഗമന കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവും മനുഷ്യനും ഒരുപോലെ സമ്മേളിക്കുന്ന, കൂടിച്ചേരുന്ന, കൂട്ടായ്മയ്ക്ക് വരുന്ന ഒരു ഇടമാണ്. അപ്പൊ നോക്കിയേ, മനുഷ്യന്റെ കൂടെ ദൈവത്തിന് ഇറങ്ങി വരാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ദൈവം പറഞ്ഞ കൂടാരത്തിലേക്ക് എന്ത് ചെയ്തു? ആ സമാഗമന കൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയും. പ്രൈസ് ലോ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൻ തോട്ടത്തിൽ വെച്ച് എന്ത് സംഭവിച്ചു? മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ഒരു കൂട്ടായ്മയുണ്ട്, ദൈവത്തോടുള്ള കൂട്ടായ്മ അല്ലേ? ഈ കൂട്ടായ്മ തിരിച്ചു പിടിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? എന്താ ചെയ്തേ? അതൊരു ദൈവം തൻ്റെ പുത്രനെ നൽകി, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ രക്ഷയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഈ കൂട്ടായ്മ പുതുക്കാൻ വേണ്ടി ദൈവമായി തുറന്നു. അപ്പൊ നോക്കിയേ, ഇത് ഇവിടെ സമാഗമനത്തിൽ തുടങ്ങിയല്ല, ഇത് മുന്നേ തുടങ്ങി. അവിടെ തൊട്ട് ദൈവത്തിന് എന്ത് ആഗ്രഹമുണ്ട്? മനുഷ്യനോടൊരു കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ട്. മനുഷ്യൻ തെറ്റ് ചെയ്ത് എന്ത് ചെയ്തു? ഈ കൂട്ടായ്മ അകന്നു പോയിക്കൊണ്ടിരിക്കുക. ഈ വീണ്ടും മനുഷ്യനോട് കൂടാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തേ? സമാഗമന കൂടാരം എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യന്റെ കൂടെ ഇറങ്ങി വരാൻ കാണിച്ചതല്ലേ യഥാർത്ഥ ദൈവം? മനുഷ്യൻ ചുമന്ന് നടക്കുന്നതാണോ ദൈവം? മനുഷ്യനെ ചുമക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ സംരക്ഷിക്കുന്നതാണോ ദൈവം? അല്ല. പലപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ആൾക്കാർ കൊല്ലാനും ചാവാനൊക്കെ പോവാ. നമ്മളെ സംരക്ഷിക്കുന്ന ദൈവം. നോക്കിയേ, ഒരു പൊടിയായ മനുഷ്യനെ എൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ,
അതാണ് ജീവനുള്ള ദൈവം. പക്ഷേ ആ ദൈവത്തെ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി പറഞ്ഞുതരാൻ കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. ഈ കൂടാരത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താ കൂടാരത്തിന്റെ ഉദ്ദേശം? എന്താ കൂടാരത്തിന്റെ ഉദ്ദേശം? മനുഷ്യനായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത്. പ്രഥമ കാര്യം അതാണ്. നമ്മൾ ദൈവത്തിന് അകന്നു പോയപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. അനേകർക്ക് കഴിയാത്തൊരു ഭാഗ്യമാണല്ലേ നമ്മെ ദൈവം രക്ഷിച്ചത്. ആ രക്ഷയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് എന്താ ലഭിച്ചേ? വീണ്ടും ആ കൂട്ടായ്മ ബന്ധം ഇത് കൂടെ. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തല്ല, ഇതൊരു ചടങ്ങല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒറ്റ വാക്യത്തിൽ പറഞ്ഞ ഇതൊരു ബന്ധമാണ്. ആരായിട്ട്? ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ് പ്രാർത്ഥന. ഇതൊരു ചടങ്ങിന് നമ്മൾ വേണ്ടി പ്രാർത്ഥന എത്തിക്കാൻ എല്ലാ ദിവസവും 8 മണിയാകുമ്പോൾ ഇരിക്കുന്ന ഒരു സംഭവമല്ല. അതൊക്കെ നമ്മൾ ഇരിക്കേണ്ടതാ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ബന്ധമാണ്. കാരണം എന്താ? ദൈവം നമ്മോടുള്ള കൂട്ടായ്മ ദൈവം ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞത് മത്തായി സുവിശേഷം 21-ാം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 21-13 എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളും അതിനെന്ത് ചെയ്തു? കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അപ്പൊ നോക്കിയേ, എൻ്റെ ആലയം എന്താ? പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണ്ട. ഇപ്പോ അതിന്റെ അവസ്ഥ എന്താ? ഒന്ന് ഓർത്ത് നോക്കി. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നാ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരം അല്ലേ? പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട ദൈവത്തിന്റെ മന്ദിരത്തില് എന്തൊക്കെയുണ്ട്? പിടിച്ചുപറിയുണ്ട്, പരദോഷമുണ്ട്, എന്തൊക്കെയല്ലാത്ത. ഇതിൽ എത്ര % ഉണ്ട് പ്രാർത്ഥന എന്ന സംഭവം? നമ്മുടെ ഫുൾ ലൈഫ് എടുക്കുക, ഒരു ദിവസം എടുക്കുക, അല്ലെങ്കിൽ ഒരു മാസം ആഴ്ചക്ക് എടുത്തു. നമ്മൾ എൻഗേജ് ആവുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുക. എത്ര % നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടത്? എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ദൈവത്തിന് മന്ദിരമാണ്. ശത്രു നാം പലപ്പോഴും ശ്രമിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ കൂട്ടായ്മ നമ്മെ അകത്താണ്. ഈ കൂട്ടായ്മ ബന്ധത്തിനകത്താണ്. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ നമ്മളിലേക്കൊന്ന് പുറകിലേക്ക് നോക്കിയാൽ മതി. ദൈവം ആഗ്രഹിക്കുന്ന കൂട്ടായ്മ ബന്ധത്തിലേക്ക് ദൈവം വരാൻ ശ്രമിച്ചപ്പോൾ ആദാം എന്ത് ചെയ്തു? പറഞ്ഞ കൽപ്പന പാലിക്കാതെ ആദ്യം നിന്ന് മാറിപ്പോകാനായി തീർന്നു. ശത്രു എപ്പോഴും നമ്മെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സമാപന കൂടാരത്തിലും ഇതന്നെയാണ് സംഭവിക്കുന്നത്. ദൈവത്തിന് ആഗ്രഹം അവരെ കൂടെ വസിക്കാനാണ്. പക്ഷെ നമുക്കറിയാം പിന്നീട് എന്താ സംഭവിച്ചതെന്നല്ലേ. പിന്നീട് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റെഫാനോസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റെഫാനോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ തൻ്റെ പ്രസംഗത്തിൽ വളരെ ചുരുക്കമായി വലിയൊരു സ്റ്റോറിയെ 2-3 വാക്യത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിലെ 7-ാം അധ്യായം അതിന്റെ 48 മുതലുള്ള വാക്യം വായിക്കാം. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമിയിലെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? എന്റെ വിശ്രമസ്ഥലവും. 46 മുതൽ വായിക്കാവോ? അവൻ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ച് യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവനൊരു ആലയം പണിതു. മതി നോക്കി. അവൻ ദൈവത്തിന് മുൻപാകെ കൃപ ലഭിച്ചു, യാക്കോബിന് ദൈവത്തിന് വാസം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ആരെ ചോദിച്ചേ? അനുവാദം ചോദിച്ചേ? ദാവീദിന് അനുവാദം ചോദിച്ചു അല്ലേ? ഒരു വലിയൊരു കഥ ഒറ്റ വാക്യത്തില് അനുവാദം ചോദിച്ചു. ആര് പണിതു? ശലോമോൻ പണിതു. ശലോമോൻ ആലയം പണിതു. പിന്നെ അവിടെ നടക്കുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. ഈ ആലയങ്ങള് അവിടെ പൊളിച്ചു കളയുന്നുണ്ട്, വീട് പുതുക്കി പണിയുന്നുണ്ട്, അവിടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് അടുത്ത ഭാഗത്ത് പറയുന്നത് നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? എന്റെ വിശ്രമസ്ഥലവും ഏത്? ഇതൊക്കെയും എന്റെ കയ്യിലല്ലോ ഉണ്ടാക്കിയതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. ആമേൻ. യെശയ്യാ പ്രവചനത്തിലെ 66-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. സ്റ്റെഫാനോസോട് പറയുന്നത് ഒരു വലിയ കാര്യം പറഞ്ഞു. അതായത് ഇവിടെ ഇസ്രായേൽ ജനത്തിന് എന്ത് സംഭവിച്ചെന്നറിയോ? യെരൂശലേം കാലങ്ങൾ കഴിഞ്ഞു. ഇവര് സമാപന കൂടാരം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് നമുക്ക് ചരിത്രങ്ങൾ അറിയാം. പിന്നെ ശലോമോൻ എന്ത് ചെയ്തു? ദാവീദിന്റെ ദൈവത്തോടുള്ള ആരാധന പ്രകാരം ശലോമോൻ എന്ത് ചെയ്തു? മനോഹരമായ ഒരു ആലയം നടന്നു. ഒത്തിരി ഫെസിലിറ്റിയുള്ള മനോഹരമായ ആലയം. വീണ്ടും അത് പുളിക്കപ്പെട്ടു. അതൊക്കെ വീണ്ടും പുതുക്കി പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്ന പറയും? ദേവാലയത്തിനെ കുറിച്ച് വളരെ ഒരു എരിവ് അല്ലെങ്കിൽ ഒരു അഭിമാനം. ഇത് ഞങ്ങളുടെ ആലയമാണ്, അത് വളരെ വലുതോ. അപ്പൊ ഇവിടെ സ്റ്റെഫാനോസിനെ കൊല്ലാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അവർ പറയുന്നറിയോ? അതിന്റെ 48-50 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. എന്താണെന്നറിയോ? ഇവൻ ദൈവാലയത്തിന് എതിരായി സംസാരിച്ചു എന്ന കുറ്റമാണ് ആരവല് ഏർപ്പെടുത്തിയത്. ആരവല് ദൈവാലയത്തിനെതിരായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോണേ? സ്റ്റെഫാനോസിനെ കല്ലെറിയാൻ പോവാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവരെവിടെ വന്ന് നിൽക്കുന്നു.
ദൈവം ആഗ്രഹിച്ചത് മനുഷ്യനോടുള്ള കൂട്ടായ്മയാണ്. ഞാൻ അവരെ കൂടെ വസിപ്പാൻ എനിക്ക് കൂടെ ഒരു കൂടാരം പണിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ആലയത്തിന് കൂടുതൽ പ്രാധാന്യം ഇടയത്തുള്ളൂ. ഇത് ചെയ്തപ്പോ സ്തെഫാനോസിനെ വിളിച്ചു പറയാം. എന്താണ് പറയുന്നത് അറിയോ? അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. നോക്കിയേ, സർവത്തെയും സൃഷ്ടിച്ച, ചരാചരങ്ങളെ സൃഷ്ടിച്ച, അതിശയം മനോഹരമായി സൃഷ്ടിച്ച ഈ ദൈവം നിങ്ങൾ ഉണ്ടാക്കിയ ഈ കൂടാരത്തിൽ വസിക്കാന്നാണ് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ് തുള്ളി അവിടെ പറയുന്നത്. എത്ര മനോഹരമായ സ്തെഫാനോസ് പറഞ്ഞു നോക്കി. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലാനും, മനുഷ്യന്റെ കൈപ്പണിയിൽ വസിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന, നമ്മളവിടെ കൊണ്ടിരുത്താൻ കഴിയുന്ന, അടക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് സർവശക്തൻ. ആമേൻ. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ ഒരു സ്ഥലത്ത് വെച്ച് കൊണ്ടിരുത്താൻ കഴിയുന്ന ഒന്നല്ലെന്ന്. അവൻ അത്യുന്നതനാണ്, അവൻ സർവശക്തനാണ്, ഭൂമിയിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ്. അവൻ പറയാം, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠമാകുന്നു, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം. ആ ദൈവത്തിന്റെ വലുപ്പം ഇവിടെ കാണിച്ചു കൊടുക്കുന്നേ. ഇത്രയും വലിയവനായ ദൈവത്തെ ഒരു കുഞ്ഞൊരു ആലയം പണിത് വെച്ചിട്ട് എന്ത് പറയുന്നേ? ഇതിന്റെ പേരിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുക. പറയാം, എന്റെ വിശ്രമ സ്ഥലവും ഏത്? ഇതൊക്കെയും എന്റെ കയ്യിൽ ഉണ്ടാക്കിയതെന്ന് കർത്താവ്. നോക്കി, മനുഷ്യൻ എവിടെ ചെന്ന് നിൽക്കാൻ നോക്കി. ആ സർവശക്തനായ ദൈവം മക്കളുടെ കൂടെ, മനുഷ്യന്റെ കൂടെ വാസം ചെയ്യാൻ ആഗ്രഹിച്ച് കടന്നു വന്നപ്പോ അതിനുശേഷം ഉണ്ടാക്കിയ ആലയത്തിന് വേണ്ടി മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ഉദ്ദേശം എന്ത് ചെയ്തു? മനുഷ്യൻ അവിടെ നിന്ന് അകന്നു പോകാനിടയായിരുന്നു. ഇതുകൊണ്ട് അവിടെ പ്രപഞ്ചം കാണാൻ കഴിയും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തൊരു കാലം കടന്നു വരും. ദൈവം എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഭാഷയിൽ കോൺട്രാക്ട് കൊടുത്തത് പൊളിക്കാൻ, അല്ലേ? എന്നെ അടിസ്ഥാനം വരെ പോയി. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നമ്മൾ അതിനെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ ദിവസം കൂടെ. അപ്പൊ നോക്കി, സംഗീതത്തിലൂടെ കേട്ടൊരു കാര്യമുണ്ട്. ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം പർവ്വതത്തിൽ നിന്ന് വരുന്നല്ല. എവിടെ വരുന്നേ? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു, അല്ലേ? അപ്പോ പർവ്വതങ്ങളല്ല എനിക്ക് സഹായം വരുന്നേ എന്ന് പറഞ്ഞു കൊടുത്ത് എന്ന് മനസ്സിലാക്കിച്ച മനുഷ്യൻ പിന്നീട് കടന്നു വന്നപ്പോ എന്ത് ചെയ്തു? മനുഷ്യ നിർമ്മിതമായ ആലയത്തിലേക്ക് കോൺസെൻട്രേറ്റ് തീർന്നു. പലപ്പോഴും ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിന് വളരെ വ്യക്തമായി പറയുന്നത് ഈ ആലയത്തിൽ വസിക്കുന്നതല്ല നമ്മുടെ ദൈവം. എന്നിട്ട് പോലും നമുക്ക് ആലയം പ്രധാനപ്പെട്ടതാണ്. അതിപ്പോ നാമധേയ ആലയമായാലും നമ്മുടെ ഹാളായാലും നമ്മൾ മറ്റ് പല രീതിയിൽ നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ കുറവായിരിക്കും, ഗ്രേഡ് കുറവായിരിക്കും. പക്ഷെ ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഈ ചർച്ചിന്റെ പ്രാരംഭത്തില് ഭാസ്കറിനെ കടത്തീരത്ത് കടലാസിന്റെ ചട്ടകൾ നിരത്തി വെച്ച് അതിനകത്ത് ഇരുന്ന് പ്രാവശ്യം അനുഭവം ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കൈപ്പണിയായ ഒന്നിൽ വസിക്കുന്നതല്ല ദൈവം. ഇവിടെ നമ്മൾ വരുന്നത് നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാ. കടന്നു തരാം. ഒരിക്കലും ശമരിയ സ്ത്രീ യേശുവിനോട് ചോദിച്ചു. എന്താ ചോദിച്ചെന്നറിയോ? യോഹന്നാൻ സുവിശേഷം 4:20 വാക്യങ്ങളിലാ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വരുന്നു, നമസ്കരിക്കേണ്ട സ്ഥലം യെരൂശലേമിലാവുമെന്ന് നിങ്ങൾ പറയുന്നു. യഹൂദന്മാർ പറയുന്നത് എന്താ? ദൈവത്തെ ആരാധിക്കുന്ന എവിടെയാ? യെരൂശലേമിലാ. ഞങ്ങളുടെ പിതാവ് ഇവര് ശമരിയക്കാരാണ്. ഇവർ അത്രയും അവരെ കൂടുതൽ കൂട്ടുന്ന ആൾക്കാരില്ല. ഇവര് എവിടെയാണ്? ശമരിയയിൽ അവർക്കൊരു സ്ഥലമുണ്ട് ആരാധിക്കാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾ എവിടെയാണ്? പക്ഷെ അവര് പറഞ്ഞാൽ ശരിക്കും ആരാധിക്കുന്നത് എവിടെയാ? യെരൂശലേമിലാ. യേശുവിനോട് ചോദിച്ചു. അപ്പൊ യേശു അതോട് മറുപടി പറഞ്ഞെന്നറിയോ? 21 വാക്യം വായിച്ചേ. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. 21 വാക്യം കൂടി. നിങ്ങൾ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു. യേശു നോക്കിയേ, ശമരിയയോട് പറയുകയാണ്, നിങ്ങൾ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല ആ മലയിലുമല്ല, ആലയത്തിലല്ല. മനുഷ്യൻ നിർമ്മിച്ച ആലയത്തിലല്ല ദൈവം വരുന്നില്ല. അവിടെയല്ല ദൈവത്തെ ആരാധിക്കണ്ടേ. എവിടെ ആരാധിക്കണ്ടേ? 20 ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പോ വളരെ നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ആലയത്തിൽ പോയാൽ മാത്രമേ ദൈവം സഹായിക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല. അത് ഇത് നോക്കി ഇതൊക്കെ എഴുതി വെച്ചത് എപ്പോഴാ? എത്ര നാൾക്ക് മുൻപെന്ന് ദൈവം പറഞ്ഞു ഈ ആലയത്തിലല്ല ദൈവം വരുന്നേ. ഇത് നിങ്ങൾക്ക് വന്ന് കൂടാനും എല്ലാവരും ചേരാനും അവരുടെ പ്രയാസങ്ങൾ പറയാനും അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യാനും ഒരുമിച്ച് കൈ കോർത്തുപിടിച്ച് പ്രാർത്ഥിക്കാനുള്ള ഇടം മാത്രമാണ്. ഇവിടെയല്ല. ഇവിടെ ദൈവം ഇരിക്കുന്ന സ്ഥലമല്ല. ദൈവം എവിടെ ഇരിക്കുന്നേ? യെരൂശലേമിൽ ഇവിടെയല്ലാന്ന്. ഇവിടെ ഇരിക്കുന്ന ആത്മാവ് നമ്മളിൽ ഓരോരുത്തരും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മത്തായി സുവിശേഷം 18-20 വാക്യം വായിച്ചേ.
മത്തായി 18:20 വാക്യം. നോക്കി യേശു എന്താ പറഞ്ഞേ? 2-3 പേർ പള്ളിനകത്ത് പോകുമ്പോ ഞാൻ വരുന്നു എന്നാണോ പറഞ്ഞേ? അല്ല, 2-3 പേർ എന്റെ നാമത്തിൽ പ്രൈസിലോ കൂടി വരുന്ന നടുവില് ആര് കടന്നു വരാന്ന് പറഞ്ഞിരിക്കണേ? പ്രൈസിലോ അത് എവിടെയാണെന്നില്ല. ചിലപ്പോൾ വണ്ടിയിലായിരിക്കാം, റോട്ടിലായിരിക്കാം, കളത്തീരത്തായിരിക്കാം, എവിടെയായിരുന്നോട്ടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരാന്നാ പറഞ്ഞിരിക്കുന്നേ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയാണ്, നിങ്ങൾ എന്താ പറയണേ? നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. പ്രൈസിലോ. ഇനി ഞാൻ നിങ്ങളും കൂടി ചേർത്ത് പറയാൻ ആഗ്രഹിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. നമ്മുടെ പലപ്പോഴും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള പല കാര്യങ്ങളൊക്കെ നമ്മുടെയാണ്, എൻ്റെതാണെന്ന് ചിന്തിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എൻ്റെ മൊബൈല്, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ കുടുംബം, എൻ്റെ ഇത് കുറേ കാര്യങ്ങൾ എൻ്റെതാണെന്ന് ചിന്തിക്കും. പക്ഷെ സത്യമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടേതായിട്ട് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പണ്ട് പറയാറുണ്ട് പാട്ടിലേക്ക് 6 അടി മണ്ണ് മാത്രമേ ഉള്ളൂ. ഇപ്പം അതുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സെല്ലിൽ വെക്കുകയാണ്, കുറച്ച് സമയം കഴിയുമ്പോൾ വേറൊരു സാധനം വെച്ചിട്ട് ഒറ്റ തള്ളാപ്പുറത്തേക്ക്, അതോടെ സെല്ലും കിട്ടത്തില്ല. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. നമുക്ക് പലപ്പോഴും തോന്നി ഇതൊക്കെ എൻ്റെയാന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന്റെ ചിന്ത എങ്ങനെയാണ്? നിങ്ങൾക്ക് അറിയുന്ന 1-2 പേരെ ഞാൻ പറയാം. അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ നമുക്കറിയാം അല്ലേ? ആളുടെ മരണ അഭിലാഷമായിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തന്നെ അടക്കി കൊണ്ടുപോകുന്ന ബോക്സിനകത്ത് എന്ത് ചെയ്യണം? 2 കരങ്ങളുടെ നീളം പുറത്തേക്ക് ഇടണം. അതിൽ കൂടെ ആൾ കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. എന്താ പറയുന്നത്? ഞാൻ കുറേ നേടി പിടിച്ചതാ, ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നാണോ? ഒന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ ശൂന്യമായിട്ട് കടന്നു പോവാം. രണ്ടാമത്തെ ആളുടെ ആഗ്രഹം പറഞ്ഞെന്നറിയോ? തന്നെ ശുശ്രൂഷ ഈ ഡോക്ടർമാർ തൻ്റെ ചവപ്പെട്ടി ചവക്കണം. മനസ്സിലായോ? അതായത് മെഡിക്കൽ ശാസ്ത്രം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. മൂന്നാമത് താൻ പറഞ്ഞ കാര്യം, താൻ പോകുന്ന വഴിയിൽ തൻ്റെ സമ്പത്തൊക്കെ ഇങ്ങനെ വിതറിയിട്ട് പോകണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വത്തിനും എന്ത് ചെയ്യാൻ പറ്റിയില്ല. നല്ലൊരു മെസ്സേജ് തൻ്റെ ഭരണസമയത്ത് കൊടുക്കാൻ വരുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മുടേതല്ല. ഇനി ജ്ഞാനിയായ നമ്മൾ പറയുകയാണെങ്കിൽ ജ്ഞാനമുള്ള നല്ല സമ്പത്തുള്ള ഒരു രാജാവായിരുന്നു സോളമൻ രാജാവ് അല്ലേ? ശലോമോൻ രാജാവ്. ശലോമോൻ രാജാവ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ചിന്തയിൽ പറയുകയാണെങ്കിൽ എത്രത്തോളം എക്സ്ട്രീമായിട്ട് പോകാൻ പറ്റുമോ മേഖലകളൊക്കെ പോയിട്ടുണ്ട്. ആ ശലോമോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സഭാപ്രസംഗി 1:14 വാക്യത്തിൽ, സൂര്യന് കീഴിൽ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്, അവയൊക്കെയും മായയും പ്രയത്നം അത്രയാണ്, ഇതൊന്നും എൻ്റേതല്ല. അപ്പോൾ താൻ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട് 21 വാക്യത്തിൽ, നിന്റെ യൗവനകാലത്ത് രക്ഷാവിനെ ഓർത്തു കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇതൊന്നും പാട്ടോട് പറയില്ലേ, എല്ലാം ദാനമല്ലേ, ഇതൊന്നും അതൊക്കെ നമ്മൾ പാടും. പക്ഷെ നമ്മൾ ചിന്തിക്കണം. ഇനി ഇവിടേക്ക് കടന്നു വരുമ്പോൾ അതിനും ആഴമാണ്. ഇവിടെ പറയുന്നത് എന്താ? നമ്മളും നമ്മുടെ എല്ലാം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, അതും എൻ്റെ എല്ലാന്ന് നമ്മുടെ ചിന്ത. ഇത് നമ്മുടെയാന്നുള്ള അല്ലേ? എൻ്റെ ആരോഗ്യം, എൻ്റെ ബുദ്ധി, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് അല്ലേ? ഇവിടെ പറഞ്ഞത് എന്താ പറയാ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ചേറ്റിലകപ്പെട്ട് പോയ, അന്ധകാരത്തിൽ പെട്ട, നമ്മൾ തള്ളപ്പെട്ട കൂട്ടരായിരുന്നു. നമ്മളെന്ത് ചെയ്തു? അവൻ വിലയ്ക്ക് വാങ്ങി, അവൻ വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് വായിക്കാം. ഗലാത്യർ 3:11 വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഓക്കെ, നമ്മെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതായിരുന്നു? നമ്മൾ തകർന്നു പോകേണ്ടവരായിരുന്നു. നമ്മുടെ പാപത്തിനെ നമ്മൾ എത്ര കർമ്മം ചെയ്താലാ, എത്ര കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പാപത്തെ മാറ്റാൻ പറ്റുമോ? ഇല്ല. ആ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് മാത്രം, ദൈവം നമ്മെ ക്ഷമിച്ചുകൊണ്ട് മാത്രം, ദൈവം നമ്മെ നീതീകരിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്തു? ആ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാണ് നിങ്ങൾ ദൈവത്തിന് മന്ദിരം. ഈ നിങ്ങൾ എന്ന പദത്തിനെ കുറിച്ച് അവിടെ പറയുന്നത് ഗ്രീക്കിലെ ആ ഒരു പദം അത് ബഹുവചന രൂപത്തിലാണെന്ന് പറയപ്പെടുന്നത്. അതായത് അവിടെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, എന്നറിയോ? അത് മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യർ 2-ാം അധ്യായം 20-22 വാക്യം വായിക്കും. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മന്ദിരത്തിന്റെ പണിയെ കുറിച്ച് കാണാൻ കഴിയും.
അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ക്രിസ്തു ആകുന്ന സഭയുടെ ആ സഭയോട് അല്ലെങ്കിൽ ക്രിസ്തു ആകുന്ന ശരീരത്തോട് നമ്മളെ ചേർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്താ? ദൈവം ഇവിടെ പണിയുന്ന ആ മന്ദിരത്തിന്റെ, സഭയാവുന്ന മന്ദിരത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്, ജീവനുള്ള കല്ലുകളാണ് നമ്മൾ ഓരോരുത്തരും. ഇനി ഇവിടെ ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കും നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൻ വിശുദ്ധ മന്ദിരമായി വളർന്നു വരുന്നു. ഇനി ഈ കെട്ടിടത്തിന്റെ പണി എന്നാ തീരാൻ നമുക്കറിയത്തില്ല. തീരാൻ നേരത്ത് നമ്മളെ അവൻ വിളിക്കുവാനായിരിക്കും. ക്രിസ്തു നമുക്ക് നമ്മുടെ പ്രത്യാശ തന്നെയാണ്. അപ്പൊ നോക്കി, ഇവിടെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന്, എന്ത് ചെയ്തെന്നറിയോ? മനുഷ്യനോടുള്ള കൂട്ടായ്മ ദൈവം ആഗ്രഹിച്ചു. മനുഷ്യനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യവാസം ചെയ്യാൻ എനിക്കൊരു കൂടാരം പണിയാൻ പറഞ്ഞു. രണ്ടാമത് ഇവിടെ കാണാൻ കഴിയും, നിങ്ങൾ അത് കുളിച്ചു കളഞ്ഞു അല്ലേ? പിന്നെ പറഞ്ഞു, നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. ദൈവം നമ്മളിലേക്ക് കടന്ന് വാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ചിന്തിപ്പിച്ച കാര്യം ഇങ്ങനെയാ, നാം ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ എന്നുണ്ടായിരിക്കണം. ആ ഒരു പദം കൊണ്ടല്ല, പ്രവൃത്തി കൂടെ ആവുന്നതിനാണ്. ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മൾ തമ്മിൽ. നാം ദൈവമായി എപ്രകാരമായിരിക്കുന്നു എന്ന് ഓർക്കുവാനായിട്ടാണ്. എപ്രകാരം നമുക്ക് ദൈവമായ ഒരു കൂട്ടായ്മ ആചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇത്രമാത്രം നമ്മുടെ ബന്ധം ദൈവത്തോടെ എപ്രകാരമാണ് പ്രൈസലോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുവാനായിത്തീരണം. അപ്പോൾ ഇനി അടുത്തൊരു ഭാഗം കൂടിയുണ്ട്. അത് വെളിപ്പാട് പുസ്തകം വായിക്കാം, 21-ാം അധ്യായം 3-ാം വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരുടെ കൂടെ വസിക്കും, അവർ അവന് ജനമായിരിക്കും, ദൈവം താൻ അവന്റെ ദൈവമായി അവരുടെ കൂടെ ഇരിക്കും. ഇവിടെ നോക്കി, യോഹന്നാൻ താൻ വെളിപ്പാടിൽ കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞറിയോ? സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. നോക്കി, ഇപ്പൊ എവിടെ നിന്നിരുന്നു? ആ ദൈവം ആഗ്രഹിച്ച അതിലേക്ക് പൂർണ്ണമായി എത്തുവരുടെ എത്തുന്നു. അവൻ അവരോട് വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായ അവരോടുകൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമ്മൾ വായിച്ച വാക്യത്തിൽ കടന്നു വരാം. 1 കൊരിന്ത്യരിലെ 3-16-17 വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ അവിടെ പറയാ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നാം ഓരോരുത്തരും എന്താ? ഈ ക്രിസ്തു ആവുന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ ജീവനുള്ള കല്ലുകളാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു. ഇനി അടുത്തത്, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ആ സഭയാകുന്ന ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെന്ത് ചെയ്യും? അപ്പോൾ സംരക്ഷണം ആർക്കാണ്? ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ ആര് സംരക്ഷിക്കും? ദൈവം സംരക്ഷിച്ചോളും. ദൈവത്തിന്റെ മന്ദിരം എന്താണ്? വിശുദ്ധമല്ലോ. നമ്മളും അങ്ങനെ തന്നെ. നമ്മൾ വിശുദ്ധരായി മാറുന്നതല്ല, ദൈവം നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധരായി തീർന്നതാണ്. ദൈവത്തിന്റെ കൃപയാവുന്ന മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ കണ്ടു. ഒന്ന്, ദൈവത്തിന്റെ മനുഷ്യന്റെ നടുവിൽ വസിപ്പാൻ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ മനുഷ്യന്റെ അരികിലേക്ക് ഇറങ്ങി വരുവാൻ കാണിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ കണ്ടു. മാത്രമല്ല, അത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞെന്താ? ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി. ഇനി അടുത്തവൻ പറയാ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മൾ ചെയ്തു? ആ ദൈവത്തിന്റെ കൂടാരത്തിലേക്ക് നമ്മൾ ചേരുവാനായി തീർന്നു. നമ്മുടെ പ്രത്യാശ ഇതാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്യുന്നതനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പിടിച്ച് നമ്മൾ ചുമന്ന് നടക്കുന്ന ദൈവമല്ല, നമ്മെ ചുമക്കുന്നവനാണ്. നമ്മൾ സംരക്ഷിക്കുന്ന ദൈവമല്ല, നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം നമ്മുടെ മധ്യ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവം പറയാം, ഞാൻ നിങ്ങളുടെ ഉള്ളിലാണ് വസിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കണം, നാം നമ്മുടെ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ എന്നുള്ളത് എന്ത് ചെയ്തു? നമ്മൾ നഷ്ടപ്പെട്ടു പോകേണ്ടവരാ. നമ്മൾ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നമ്മൾ ഏർപ്പെടേണ്ട. ഈ നമ്മെ ദൈവം തന്റെ രക്തം ചെയ്ത് നമ്മെ വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെടുവാനായി തീർന്നു. ആ രക്ഷയുടെ വലിപ്പം മനസ്സിലാക്കി എന്ത് ചെയ്യണം? നമ്മെ വിളിച്ച വിളി മനസ്സിലാക്കി ദൈവത്തെ സേവിക്കുവാൻ. യഥാർത്ഥമായി ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന എന്താ? ആ ദൈവമായുള്ള കൂട്ടായ്മയാണ്. ഒന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ടതായി തീരട്ടെ, എത്രത്തോളം ആ ദൈവത്തോട് ഒരു കൂട്ടായ്മ ബന്ധം നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ ദിവസങ്ങളിൽ വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുക. ദൈവത്തെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിർമ്മിക്കുന്നു. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ.